തൃശൂരിൽ കെ.എസ്.യു പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ ഹാജരാക്കിയത് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ്. തീവ്രവാദികളെപ്പോലെ പോലീസ് കുട്ടികളെ കൊണ്ടുവന്നെന്നും ഇത് കേരളമല്ലേ എന്നും വി.ഡി. സതീശൻ ചോദിച്ചു. പ്രതികളുടെ തിരിച്ചറിയൽ പരേഡിന് വേണ്ടി മുഖംമൂടി അണിയിച്ചുവെന്നായിരുന്നു മന്ത്രി വി.എൻ. വാസവന്റെ മറുപടി. വിലങ്ങ് വയ്ക്കുന്നതിനോട് സർക്കാരിന് യോജിപ്പില്ലെന്നും മന്ത്രി. മുഖ്യമന്ത്രിക്ക് വേണ്ടി വി.എൻ. വാസവനാണ് മറുപടി നൽകിയത്. കൊടും കുറ്റവാളികളെ പോലെ കറുത്ത തുണി കൊണ്ട് മുഖംമൂടി അണിയിച്ചു, കൈ പിന്നിൽ കെട്ടി വിലങ്ങ് വെപ്പിച്ച് സർ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി. സർ, തീവ്രവാദികളെ പോലും ഇപ്പോൾ ഈ കാലത്ത് അങ്ങനെ ചെയ്യാറില്ല. സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ്. വിലങ്ങ് വെപ്പിച്ച് കുട്ടികളെ, കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ കറുത്ത തുണി വെച്ച് മുഖം മൂടി വിലങ്ങ് വെച്ചിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന ദയനീയമായ സംഭവം ഉണ്ടായി. സർ, ഇത് നമ്മുടെ കേരളമല്ലേ? നമ്മുടെ കേരളത്തിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ, വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘർഷം എത്രയോ കൊല്ലമായിട്ടുള്ളതാണ്. വിദ്യാർത്ഥികൾ തമ്മിൽ, എന്നിട്ട് ഈ കുട്ടികളുടെ വീട്ടിൽ പോയിട്ട് പ്രതികളെ മുൻപരിചയമില്ലെന്നും കണ്ടാൽ തിരിച്ചറിയുമെന്നും മൊഴി നൽകിയതിനാൽ പ്രതികളുടെ ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ടതായുണ്ട്. അതിനാൽ പ്രതികളുടെ ഐഡന്റിഫിക്കേഷന് വേണ്ടി മുമ്പായി പൊതുമണ്ഡലത്തിൽ തിരിച്ചറിയാതിരിക്കാൻ മുഖംമൂടി ധരിപ്പിച്ചാണ് കോടതിയിൽ ഹാജരാക്കിയെന്നാണ് റിപ്പോർട്ട്. വിദ്യാർത്ഥികളെ വിലങ്ങ് വെച്ചതായി പരാതി ഉണ്ടായിട്ടുണ്ട്. വിദ്യാർത്ഥികളെ വിലങ്ങ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നടപടിയോട് സർക്കാരിന് യോജിപ്പില്ല. ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തുവാനും അന്വേഷണ വിധേയമായി സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ സ്ഥലം മാറ്റുവാനും തീരുമാനിച്ചിട്ടുണ്ട്.